എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളുടെ സുൽത്താൻ ഇന്ന് രാവിലെയുള്ള ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുൽത്താൻ എത്തിയ ശേഷം സുൽത്താനുമായിട്ടാണ് നമ്മളിപ്പം ഒരു ദൂരയാത്ര ചെയ്യുന്നത്. ബേബീസിന് വിശക്കുന്നു, കേറിയില്ല, അതിനുമ്പേ തുടങ്ങി. നല്ല തണുത്ത വാട്ടർമെലൺ. വേറൊരു ഒരു കണ്ടെയ്നർ കണ്ടല്ലോ, എന്താണ് അപ്പം രാവിലെ 5 മണിക്കുള്ള വേണാടിൽ നമ്മളുടെ റിസ്വാൻ കൊല്ലത്തേക്ക് പോയായിരുന്നു. അതിന് ശേഷമാണ് സുൽത്താൻ വന്നത് കേട്ടോ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സുൽത്താനും റിസ്വാനും തമ്മിൽ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ഇത്തായി മോളും ഒക്കെ വന്നത് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പൊ അവര് നമ്മളെ സൽമാൻ പോണേന് മുൻപ് തന്നെ കൊച്ചിയിലേക്ക് വരണം എന്ന് ക്ഷണിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ റിസ്വാനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. സൽമാൻ ആണെങ്കിൽ പോകാനുള്ള സമയമായി. അപ്പോൾ വിചാരിച്ചു സുൽത്താൻ വന്നപ്പം തന്നെ നമ്മൾ തീരുമാനിച്ചെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് പോവാം. അവിടെ ഈ പറഞ്ഞ മാതിരി ഇവരെല്ലാവരും ഉള്ളപ്പം നമുക്കൊന്ന് കറങ്ങുകയൊക്കെ ചെയ്യാമല്ലോ, അതൊരു രസം തന്നെയാണല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ സുൽത്താൻ വന്നോടൻ തന്നെ ഞാൻ ആദ്യം തന്നെ സുൽത്താൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് ചോദിച്ചായിരുന്നു, ഇങ്ങനെ നമ്മൾ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോയെന്ന്. കാരണം അവൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ നമ്മൾ തിരിക്കുന്നതാണ്. അപ്പൊ സുൽത്താനാണെങ്കിൽ ഇങ്ങനെ യാത്രകളൊന്നും അധികം ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളൊന്നുമില്ല. അപ്പൊ അവൻ സമ്മതം മൂളിയത് കൊണ്ടാണ് നമ്മളിപ്പം വന്നത്. അപ്പൊ ഇവർക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ബ്രൈറ്റ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് 2 ദിവസം നിൽക്കാൻ കണക്കാക്കി തന്നെ വരണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനെ പറ്റത്തില്ല. ഇപ്പൊ സൽമാൻ പോകുന്നുമ്പോ ജസ്റ്റ് ഇവര് ക്ഷണിച്ചതല്ലേ, അപ്പം എല്ലാരും എല്ലാ സമയം നോക്കി അങ്ങനെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. കാരണം പിന്നെ ഇനിയിപ്പോ സൽമാൻ പോവാറുമായി ഒന്നും നടക്കത്തില്ല. അപ്പൊ ഇതിനുള്ളിലേക്ക് കയറുമ്പോ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ പേരിനെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്ത് ഞാൻ കാണുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എവിടെ ഇതുപോലെയുള്ള പഴമയുള്ള വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ അത് നോക്കി നിൽക്കും കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര എനിക്കിഷ്ടമാണ് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ കാണാനായിട്ട്. നമ്മളിത് ആ റൂമിലേക്ക് ചെക്കിങ് ചെയ്യാനായിട്ട് പോവാണ്. സാധാരണ നോർമലി നമ്മളൊരു 4-4.5 മണിക്കൂറൊക്കെ എടുക്കത്തുള്ളൂ ട്രിവാൻഡ്രം ടു എറണാകുളം. പക്ഷെ ഇപ്പൊ പകല് യാത്ര ചെയ്ത് കാരണം ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടയർഡ്. റൂമിലേക്ക് കയറിയ പാടെ ഈ ചെയർ കണ്ടപ്പോഴേക്കും ഞാൻ അതിലൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെയുള്ള ഐറ്റംസ്, അതായത് ഊഞ്ഞാല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ ഒരു ബലഹീനതയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർ 2 റൂം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നു. ഒന്ന് നമ്മളുടേത്, ഒന്ന് നമ്മുടെ സുൽത്താൻ്റെയും സൽമാനും വേണ്ടിയിട്ട്. അപ്പം അവര് ഈ റൂമിലാണ്. അപ്പം നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് വരുന്ന വഴിയിൽ ഒന്ന് സ്നാക്ക് കഴിച്ചതേ ഉള്ളൂ. അപ്പം ഇവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിച്ചാൽ മതിയെന്ന്. പക്ഷെ നമ്മൾ ഇത്രത്തോളം ഡിലേ ആവുമെന്ന് അവരും കരുതിയില്ല, നമ്മളും കരുതിയില്ല. അപ്പം ഇടയിലൊന്ന് ചായ കുടിക്കാനായിട്ടൊന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്ര റഷായിരുന്നു. അപ്പം നമ്മൾ നല്ല ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതായത് ഫുഡ് കൊണ്ടുവന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടിക്ക ബിരിയാണി ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റി തന്നെയായിരുന്നു. ശരിക്കും ആ മസാലയൊക്കെ കറക്റ്റ് പാകത്തിനൊക്കെ ആയിരുന്നു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇവരുടെ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് പോയി. ഇവിടെ ഇവർക്ക് 2 റെസ്റ്റോറൻ്റ് ആണ് ഉള്ളത്. ഇത് ഷീഷ അറ്റ് കൊച്ചിനും പിന്നെ താഴെയുള്ളത് ദ ഫോർട്ട് കഫേ ലോഞ്ചും. നല്ല കളർഫുൾ കേട്ടോ. മുകളിലേക്ക് വന്നപ്പോൾ തന്നെ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ഈ ഒരു പെട്ടി. അതിങ്ങനെ തുറക്കുമ്പോഴേക്കും മെനു കാർഡാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് എനിക്കത് തോന്നി കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ശീഷയാണ്. ശീഷ എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ഫ്ലേവേഴ്സാണ് അതിനുപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഓപ്പൺ ടെറസ് ആയത് കാരണം പകല് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ടെന്ന്. ഇതിപ്പോൾ ഒത്തിരി ലേറ്റായല്ലേ നമ്മൾ വന്നത്. അപ്പോൾ രാത്രിയുള്ള കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പോൾ ഇവര് ഇപ്പോൾ പറഞ്ഞു ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞു റബ്ബേ ഇനിയിപ്പൊ നമുക്ക് കഴിക്കാനുള്ള സ്ഥലവും ഇല്ല, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ഒരു വിധം കേൾക്കത്തില്ല. ഇല്ല ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന്. ഇതാണ് ലൈറ്റാണെന്ന് നോക്കിക്കേ. പ്രോൺസ് ഉണ്ടായിരുന്നു, കൂന്തൽ ഉണ്ടായിരുന്നു, ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ മെയിൻ എടുത്ത് പറയേണ്ടത് ബീഫ് റിബ്സ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സുൽത്താൻ കഴിക്കാനായിട്ട് വന്നില്ല കേട്ടോ. അവൻ റൂമിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് പോയായിരുന്നു. കാരണം അവൻ വല്ലാതെ ടയേർഡാണെന്ന് പറഞ്ഞു.
ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് വരാം, എല്ലാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പൊ അതിനിടയിൽ ഞങ്ങൾ ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എവിടെ ചെന്നാലും ഈ ഫോട്ടോസ് എടുപ്പാണ് നമ്മളുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം നേരെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. രാത്രി സത്യം പറഞ്ഞാൽ ലേറ്റ് ആയതുകൊണ്ടും പിന്നെ വർത്തമാനം പറഞ്ഞിരുന്നൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. പിന്നെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മയെയും ഇത്തായെയും എല്ലാവരെയും കുടുംബക്കാരെയൊക്കെ കണ്ടിട്ടൊക്കെയാണ് പിന്നെ നമ്മളിവിടെ തിരിച്ചു വന്നത്. ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പ്രഭാത കാഴ്ചകൾ കാണാമെന്ന് എഴുതി ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പം മഴയത്തും ഇറങ്ങാൻ നിവർത്തിയില്ല. ഇപ്പം നമ്മളെല്ലാവരും കൂടി ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലോഞ്ചിൽ വന്നിരിക്കുകയാണ്. അവിടെ നല്ല രസമുള്ള ആംബിയൻസ് ആണ് കേട്ടോ. അത് നോക്കിക്കുക, എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള അറബിക് ടൈപ്പുള്ള ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഒരു വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായയും സുൽത്താനും സൽമാനും കോഫിയാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് അതാണ് താല്പര്യം കേട്ടോ. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കോഫിയോടാണ് പ്രിയം. അപ്പൊ അവര് ടോസ്റ്റ് തന്നു. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ടോസ്റ്റിന്, ബ്രെഡ് ടോസ്റ്റ്. പിന്നെ പൂരിയും കറിയും ഉണ്ടായിരുന്നു. നമ്മൾ പറയേണ്ട ഇതൊന്നും എടുക്കേണ്ട, നമുക്ക് ഒരു ഐറ്റം മതി എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കത്തില്ല. പൊറോട്ട അടിപൊളി പൊറോട്ട ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ പൊറോട്ട എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ്. നിസാറിക്ക സാധാരണ പൊറോട്ട കഴിക്കുന്ന ആളല്ല കേട്ടോ. ഇന്നിപ്പോ അപ്പം എടുത്തിരിക്കുന്നത് നമ്മുടെ സുൽത്താനാണ്. നിസാറിക്കതാ പൊറോട്ടയും. ഈ ക്ലോക്കിനൊരു പ്രത്യേകതയുണ്ട് കണ്ടോ, എന്താണെന്ന്. ഇത് പെൻസിൽ കാർവിങ് ചെയ്തെടുത്ത നീഡിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരെയും പേരാണ് ഈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ പേരൊക്കെ പെൻസിൽ കാർവ് എൻ്റെ ആ ഒരു മൊനയിൽ കാർവ് ചെയ്തെടുക്കണമെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരെ വന്നിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ ഒരുപാട് ഇതുപോലെ കാർവ് ചെയ്ത ഇത് ഹോക്കി ടീംസിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ക്യാമറയിൽ ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂടാ, എത്രത്തോളം ഒന്നും വരുന്ന അറിഞ്ഞൂടാ. ചെറിയ ഒരു എളിയ കലാകാരി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാകും ഇതിന്റെ ആ ഒരു ചെയ്യുമ്പോൾ ഉള്ള ക്ഷമ എന്താണെന്നുള്ളത്. എന്നെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല കേട്ടാ. അതിനൊക്കെ നല്ല ക്ഷമയുള്ളവർക്ക് അത്ര. അപ്പൊ ഇനി നമുക്ക് പുറത്തൊന്ന് കറങ്ങണം. അപ്പൊ സൽമാൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇനിയിപ്പം ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ മുൻപ് നമ്മളിവിടെ ബിനാലെ നടന്നിരുന്ന സമയത്താണ് ഈ ഫോർട്ട് കൊച്ചിയിൽ വന്ന് അതൊക്കെ കാണാനായിട്ട് വന്നിരുന്നത് കേട്ടോ. അന്ന് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് നമ്മൾ സലു പ്ലസിലാണെന്ന് തോന്നുന്നു അന്ന് പോസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. കുറച്ചായി നമ്മൾ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളിതാ വെളിയിലേക്ക് ഇറങ്ങണം. ഇപ്പൊ മഴയൊന്ന് തോർന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയത് കാരണം ഒരു സുഖമില്ല. അല്ലായിരുന്നെങ്കിൽ നമുക്ക് നടന്നു പോയി കാണത്തക്ക സ്ഥലങ്ങളൊക്കെ ഇതിന് ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൽമാൻ പറഞ്ഞു ഇനിയിപ്പം അങ്ങനെ ഇറങ്ങണ്ട, മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും, അപ്പൊ കാറിൽ തന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കാറിൽ തന്നെയാണ് ഇതാ വന്നിരിക്കുന്നത്. അപ്പൊ പോണ വഴിയിൽ ഇതാ ഞാൻ കണ്ടപ്പോ ചീന വല. അപ്പൊ ഞാൻ സലുവിൻ്റെ അടുത്ത് പറഞ്ഞ കാർ നിർത്തി, എനിക്ക് ഇവിടെ നിന്ന് കാണണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ ചീന വലയൊക്കെ ഇങ്ങനെ കാണാനും അവരാ എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഇത് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോയി അവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഇത് എപ്പോഴാ ഇങ്ങനെ താഴ്ത്തിയിടുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അവര് പറഞ്ഞ് 12:30 മണിക്ക് എങ്ങാണ്ടാണ് ഇത് താക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പം വളരെ ഏർലി മോർണിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. അപ്പം അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരാണ് കേട്ടാ. അപ്പൊ സത്യം പറഞ്ഞ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മതി വരത്തില്ല കേട്ടോ. പിള്ളേരിറങ്ങി വന്നൊന്നുമില്ല, അവർ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത് കാരണം അവരെന്നെ ഇറക്കി വിട്ടതാണ് കേട്ടോ. അപ്പൊ ഞാന് അവിടെ നിന്ന് നടന്നു വരുന്ന കണ്ടിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടാ. അപ്പോൾ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ വരണമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇവിടെ വേസ്റ്റ് എടുക്കുന്ന സിസ്റ്റം ഉണ്ട് കേട്ടോ മുനിസിപ്പാലിറ്റിയുടെ. അത് പണ്ടില്ലായിരുന്നു ആരെങ്കിലും പറഞ്ഞ നമ്മുടെ അവിടെ ഉണ്ടോ? ചില സ്ഥലങ്ങളിൽ. ഹലോ, വഴി ശരി തന്നെ. ഗൂഗിൾ മാമിയുടെ വഴിയാണ്. ഗൂഗിൾ മാമി പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇതുപോലെ പറ്റിച്ചതല്ല, അതിലെ പോയതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റി. അവരും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് ചെയ്യുന്ന പരിപാടിയാണെന്ന് ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ മാമി കൊണ്ടുപോകും. TD ഹൈസ്കൂൾ, മട്ടാഞ്ചേരി അല്ലേ? പാലസ് റോഡ്. മൊത്തത്തിൽ കാണുമ്പോ നമ്മുടെ ചാല മാർക്കറ്റ് തന്നെ അല്ലേ? അതേപോലെ തന്നെ ഇതിനും കുറെ ഇതുണ്ട്.
ചരിത്രമുണ്ട്. മറ്റേ ജൂതപ്പള്ളിയിൽ പോണത് ഈ വഴിയാ. ഈ റോഡ് സ്ട്രൈറ്റ് നോക്കേ, സ്ലോലി പോകും. ഇവിടുത്തെ ബിൽഡിങ്ങുകൾ ഇതൊക്കെ മാറി. അപ്പൊ മട്ടാഞ്ചേരിയിലാണ് നമ്മൾ എത്തിയിരിക്കണത്. അപ്പൊ ഞാനിങ്ങനെ മഴ ആയതുകൊണ്ട് ഇവിടെയും അവർ രണ്ടുപേരും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിള്ളേർക്ക് അങ്ങനെ വലിയൊരു ക്രൈസ് ഒന്നുമില്ല, എനിക്കാണ് ക്രൈസ് ഇതൊക്കെ കാണാനൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ട് സൈഡും ഇതൊക്കെ കണ്ടുപോകാൻ എന്ത് രസമുണ്ടെന്നറിയാവോ. ഇതുപോലെയുള്ള പല പല ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കാണാം. ഇത് കണ്ട, ഇത് കന്നാലിക്ക് കാടി കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. ഇങ്ങനെ കണ്ട് പോകാൻ നല്ല രസമാണ്. ഒന്നും ഇങ്ങനെ കാണുന്നത് കൊണ്ട് വാങ്ങിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കാണാനും ഇത് കണ്ട് ആസ്വദിക്കാനും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പഴമയുള്ള സാധനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പഴമയോട് വല്ലാതൊരു പ്രിയമാണ് കേട്ടോ. പ്രിയമെന്നോ പ്രണയമെന്നോ എന്തൊക്കെയോ പറയാം, അത്ര ഇഷ്ടമാണ് പഴമ എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ നോക്കുമ്പോഴേക്കും സ്റ്റോൾ ഇങ്ങനെ തൂക്കിയിരിക്കുകയാണ്. പല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിസാർക്ക് പറയണ്ടായിരുന്നു എടുക്ക്, നല്ല നല്ല വെറൈറ്റി ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ഇപ്പം ഞാൻ ആ ഒരു സംഭവം എടുക്കാനായിട്ട് എടുത്തു. അപ്പോഴേക്കും ഇവര് അടുത്ത ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കാണിച്ചപ്പോഴേക്കും 2-3 അങ്ങനെ കണ്ടതിൽ നല്ലത് നോക്കി എടുത്തു കേട്ടോ. റീസണബിൾ ആയിട്ടാണ് എടുത്തത്, വലിയ കത്തിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ ഓരോന്നിൻ്റെയും വില. അപ്പൊ ഇതൊരു ഈ പറഞ്ഞ മാതിരി ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ പല ഐറ്റംസിനും നമ്മൾ ചോദിച്ച് തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ ഇത് കണ്ടോ, ഹോളിക്കുള്ള പൗഡേഴ്സ് ആണ് അതൊക്കെ. അപ്പൊ ഇങ്ങനെ ഇതിലൂടെയൊക്കെ നടന്നു പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഈ മഴ ഇപ്പൊ പെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഇവിടെ കണ്ടോ, ഈ ബോട്ടിങ്ങിന്റെ അങ്ങോട്ടേക്ക് പോകുന്ന ആ വഴിയാണ്. അപ്പൊ അവിടെയും രണ്ട് സൈഡിലും ഇതുപോലെയുള്ള കരകൗശല വസ്തുക്കളും ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ആ എൻഡിലേക്ക് പോയി നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ മഴ പെയ്ത് ഇങ്ങനെ മൂടിക്കെട്ടി ആകാശവും ആകെ ഒരു എന്ത് പറയുന്ന കരയുന്നത് പോലത്തെ ഒരു പ്രകൃതിയാണ് ഞാനിപ്പോ കാണുന്നത് കേട്ടോ. ഇതാ നോക്കിക്കേ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വന്നു വണ്ടിയിൽ കയറി. അപ്പൊ നമ്മളിതാ മുന്നോട്ടേക്ക് പോവുകയാണ്. പോയിട്ട് അപ്പൊ സൽമാൻ പറയുന്നുണ്ട് ഇവിടെ കുറേ വേറെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോവാന്ന് കരുതി. അപ്പൊ ജങ്കാറിൽ വേണം ഇനി നമുക്ക് പോവാനായിട്ട്. അപ്പൊ ജങ്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടാ. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ് കേട്ടാ. പണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടേ ഉള്ളൂ ഈ ജങ്കാറിൽ. ഇത് കണ്ടോ, വരുന്നത് കണ്ടോ, അതിന്റെ കാഴ്ചകളൊക്കെ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ അതൊരു പുതുമയായിരിക്കത്തില്ല, കാരണം അവര് നിത്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരിക്കും. അപ്പൊ വന്നപ്പോഴേക്ക് ഇതാ നമ്മളിപ്പോ ജങ്കാറിലേക്ക് കയറാനായിട്ട് പോവാണ്. ശരിക്കും ഒരു ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നും കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുൻപാണ് ഞാൻ ഇതുപോലെ ജങ്കാറിൽ ഇതുപോലെ വണ്ടിയിൽ കയറിപ്പോയത്. പിന്നെ ഇപ്പോഴാണ് കയറുന്നത് കേട്ടോ. ഒരു രസം തോന്നും. നടക്കുന്ന ആളിനാണെങ്കിൽ 3 രൂപ, പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് 5 രൂപ. ഇപ്പൊ നമ്മുടെ വണ്ടിക്ക് നമ്മളെല്ലാം കൂടെ ഉൾപ്പെടെ അവർ 50 രൂപയാണ് വാങ്ങിയത്. അത് ഓരോ വണ്ടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ വണ്ടികളെല്ലാം കയറിയ ശേഷം ജങ്കാർ ഇവിടെ നിന്ന് എടുക്കുവാണ് കേട്ടോ. എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇത്രയും വണ്ടിയും കൊണ്ട് ഈ സംഭവം പോവുകയാണല്ലോ എന്ന് തോന്നിപ്പോകും കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെ. അപ്പൊ ഇവിടെയുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ ട്രാഫിക് ഇല്ലാതെ അവർക്ക്, അതായത് റോഡിലൂടെ ആണെങ്കിൽ ചുറ്റിയിട്ട് പോകണം. ഇതാവുമ്പോഴേക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്പുറത്തേക്ക് ചെന്നിറങ്ങാം. ആ ഒരു ഗുണമാണുള്ളത്. ഡെയിലി രാവിലെയും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ജോലിക്ക് പോകുന്നതും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവരും അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സംഭവം, ഈ ഒരു ജങ്കാറിനാണ്. ഇപ്പൊ നമ്മള് ഇവിടെ ഇക്കരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു സീ ഫുഡ് കഴിക്കുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ കണ്ടോ, പുതിയൊരു ടോളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴേക്ക് ഇങ്ങനെ ടോൾ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഈ ടോള് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ പോണത്. 60 രൂപയായി ഈ ഒരു ടോൾ കടന്നപ്പോഴേക്ക്. അത് ഇച്ചിരി കൂടുതലായി പോയില്ലേ എന്ന് തോന്നിപ്പോയി കേട്ടോ. അപ്പോൾ ഈ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് വാരാപ്പുഴയുള്ള പെരിയാർ റെസ്റ്റോറൻറ്റിൽ പോവാം. അപ്പം നമ്മൾ ഇതിനു മുൻപും ഇവിടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 12 മണി അടുപ്പിച്ചാകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ചൂടോട് കൂടിയിട്ട് കഴിക്കാമല്ലോ. എനിക്കാണെങ്കിൽ ഈ സീ ഫുഡാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം സീ ഫുഡാണ്. പിള്ളേർക്കാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം പക്ഷേ നമ്മളുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായിപ്പോയി. ഇനി മാനേജ്മെന്റ് മാറിയതാണോ, ഷെഫ് മാറിയതാണോ ഒന്നും അറിയത്തില്ല. ഭക്ഷണത്തിനൊന്നും അത്ര ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു, ചൂടും ഇല്ലായിരുന്നു. ഇതിനു മുൻപ് ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ.
അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മളിതാ ഇപ്പം തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സലു ചോദിച്ചു ഇനി എങ്ങോട്ട്, ഞാൻ പറഞ്ഞു ഇനി എങ്ങോട്ട്, ഇനി ലുലുവിലോട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ലുലുവിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ലുലുവിൽ ഒരു പ്രാവശ്യമെങ്കിലും കയറിയിരിക്കും. വന്നാൽ കയറാതെ പോകുന്ന പരിപാടിയില്ല കേട്ടോ. അതെന്തോ ഒരു വല്ലാത്തൊരു വീക്ക്നെസ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ ലുലു എന്നൊക്കെ ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് വന്നപ്പോഴേക്ക് ഇവരിവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പുറപ്പെടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ സുൽത്താൻ വന്ന പാടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ലഗേജൊക്കെ ഇട്ട് ഇറങ്ങിയതാണെന്ന്. അപ്പം സുൽത്താൻ്റെ ലഗേജും വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ യാത്ര പറയുകയാണ്. കാരണം അവർ പറഞ്ഞ് 2-3 ദിവസം നിന്നിട്ട് പോകുന്നത്, നമ്മൾ പറഞ്ഞ് തീരെയും പറ്റത്തില്ല, ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഇപ്പൊ യാത്ര പറഞ്ഞതാ നമ്മൾ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞത് സുൽത്താൻ അപ്പം വന്നപടി തന്നെ പാവം കേട്ടോ, അവൻ എടുക്കാനുള്ള സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കിയിട്ട് അവൻ വണ്ടിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവൻ അവിടെ നിന്ന് വിളി വരുന്ന അനുസരിച്ച് പോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോഴേക്ക് അവന് ഓഫീസിൽ നിന്ന് വിളി വന്നു ബാംഗ്ലൂരിൽ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ പെട്ടെന്ന് തന്നെ ബസ്സിനൊക്കെ ബുക്ക് ചെയ്തു. അപ്പം ഇന്നിപ്പം എന്താ കൊച്ചിയിൽ നിന്നാണ് അവൻ ബസ് എടുത്തിരിക്കുന്നത്, ബുക്കിംഗ് എടുത്തിരിക്കുന്നത്. അപ്പം ലഗേജ് എടുത്തത് എന്തുകൊണ്ട് നല്ലതായി എന്ന് തന്നെ തോന്നി കേട്ടോ. കാരണം അല്ലായിരുന്നെങ്കിൽ തിരിച്ചവൻ വീണ്ടും ട്രിവാൻഡ്രം വരെ വന്നിട്ട് പിന്നെ ബസ് കയറി പോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പൊ അവൻ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിച്ചു വന്ന് നമ്മുടെ സുൽത്താനാണ് ഇപ്പൊ നമ്മുടെ കൂടെ വന്ന് ഇതുപോലെ കറങ്ങേണ്ടി വന്നു. സുൽത്താനും റിസ്വാനും തമ്മിൽ കാണാനും പറ്റിയില്ല. അപ്പൊ ദാ അവൻ ലഗേജ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമം കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമാണ് പിള്ളേർ നിന്നിട്ട് ഇതുപോലെ പോകുമ്പോഴേക്ക്. അപ്പൊ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ ബസ്സിനുള്ളിലേക്ക് കയറി. അപ്പൊ ഞാൻ ഈ ബസ്സിന്റെ ഉൾഭാഗം ഒന്ന് കാണാനായിട്ട് കയറിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. 2 സൈഡ്, അതായത് താഴെയും മേളിലും ഇതുപോലെ കിടക്കുന്ന ഒരു സ്ലീപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ അവൻ കയറിയ ശേഷം ദാ ബസ് എടുത്തു. അപ്പോൾ അവനെ യാത്രയാക്കിയിട്ട് ഇനി നമ്മൾ നേരെ നമ്മളുടെ സ്വന്തം തിരുവനന്തപുരത്തേക്കാണ് നമ്മളുടെ യാത്ര. അപ്പം വിചാരിച്ചിരിക്കാതെയുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുത്. എങ്കിലേ ഞങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.